മോളിവുഡിന്റെ സിനിമാ ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയദർശൻ 100ാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ 38ാം ചിത്രമായാണ് ആന്റണി പെരുമ്പാവൂർ ഈ ചിത്രം നിർമ്മിക്കുന്നത്. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച അതേ നായകൻ തന്നെ 100ാമത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇത് സിനിമാ ചരിത്രത്തിൽ ഒരു റെക്കോർഡ് കൂടിയാണെന്ന് പ്രിയദർശൻ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആക്ഷനും അതോടൊപ്പം ഫാൻസിനും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ വിത്ത് മ്യൂസിക് ആൻഡ് ഡ്രാമ ഫിലിം ആയിരിക്കും എന്നാണ് പ്രിയദർശൻ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ചോ സിനിമയുടെ പേരോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 2026 ആദ്യ പകുതിയോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ഒരു വമ്പൻ പ്രൊജക്ടാണ്. ഈ സിനിമയിൽ ആസിഫ് അലിയും ഒരു പ്രധാന വേഷത്തിലെത്തും. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ഹൊറർ ചിത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാൽ ആസിഫ് അലി കൂട്ടുകെട്ടിൽ സ്ക്രീനിലെത്തുന്ന ആ സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 2027 ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഈ മൂവി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങുന്ന ഒരു വമ്പൻ പ്രൊജക്ടാണല്ലോ ദൃശ്യം 3. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 2 റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ തീയതിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്താണ് ചിത്രത്തിന്റെ റിലീസ് നീട്ടുന്നതെന്നാണ് വിവരം. യുദ്ധ സാഹചര്യങ്ങൾ കാരണം പശ്ചിമേഷ്യയിൽ നിൽക്കുന്ന അനിശ്ചിതത്വം സിനിമയുടെ റിലീസിനെയും കളക്ഷനെയും ബാധിക്കുമെന്നുള്ളതുകൊണ്ട് മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലാകും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അടുത്ത് തന്നെ സ്ഥിരീകരണം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനാകുന്ന ഒരു വമ്പൻ പ്രൊജക്ടാണല്ലോ പള്ളിച്ചട്ടം. ഈ സിനിമയിൽ കയാദ് ലോഹറാണ് നായിക. കൂടാതെ വിജയരാഘവൻ, ജോണി ആന്റണി, സുധീർ കരമന തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വേൾഡ് വൈഡ് ഫിലിംസ്, CQ ബ്രദേഴ്സ് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മലയാളം കൂടാതെ 5 ഭാഷകൾ ഇറങ്ങുന്ന ഈ സിനിമയുടെ റിലീസ് തീയതി ഏപ്രിൽ 9 പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ 10 റിലീസ് തീയതി മാറ്റിയിരിക്കുന്നു എന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ഈ സിനിമയുടെ ടീസർ മാർച്ച് 23 പുറത്തിറങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്.